ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ആലപ്പുഴയിൽ ചിക്കൻ വിഭവങ്ങൾ വിൽക്കാം. പക്ഷിപ്പനി നിയന്ത്രണങ്ങൾ നീക്കി. പക്ഷിപ്പനി ആലപ്പുഴയിലെ നിയന്ത്രണങ്ങൾ നീക്കി. ഹോട്ടലുകളിൽ ചിക്കൻ വിഭവങ്ങൾ വിൽക്കാം. കോഴി, താറാവ്, കാട എന്നിവയുടെ മാംസം, മുട്ട എന്നിവ വിൽക്കുവാൻ അനുമതി. ആലപ്പുഴ ജില്ലയിലെ 32 പഞ്ചായത്തുകളിലും ആലപ്പുഴ, ഹരിപ്പാട് നഗരസഭകളിലുമായിരുന്നു നിയന്ത്രണം. കള്ളിംഗ് നടത്തിയ പ്രദേശങ്ങളിൽ അണുനശീകരണം പൂർത്തിയായി. പുതിയതായി പക്ഷിപ്പനി കേസുകൾ സ്ഥിരീകരിച്ചില്ല. വരുമാനം ഷെയർ ചെയ്യണം. ഈ ബസിന്റെ ലാഭവിഹിതം വേണം. കരാർ വ്യവസ്ഥകളിൽ ചിലത് ലംഘിച്ചു. മേയർ വി രാജേഷ്. ഇലക്ട്രിക് ബസ് വിവാദത്തിൽ മന്ത്രി KB ഗണേഷ് കുമാറിന് മറുപടിയുമായി മേയർ വി രാജേഷ്. 2023 ഫെബ്രുവരിയിലെ കരാറിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കണം. കരാർ വ്യവസ്ഥകളിലെ ചില കാര്യങ്ങൾ ലംഘിച്ചു. പീക്ക് സമയത്ത് നഗരപരിധിയിൽ ഓടണം എന്നാണ് കരാർ. എന്നാൽ ഇത് ലംഘിച്ച് റൂട്ട് നിശ്ചയിക്കുന്നതിൽ കോർപ്പറേഷനുമായി ചർച്ച നടത്തിയില്ല. വരുമാനം ഷെയർ ചെയ്യണം, അതും ലംഘിച്ചുവെന്ന് മേയർ വ്യക്തമാക്കി. ഈ കരാർ പാലിക്കണമെന്നാണ് കോർപ്പറേഷൻ ആവശ്യപ്പെട്ടത്. കരാർ ലംഘനമാണ് നടക്കുന്നത്. ജനങ്ങൾ പ്രധാനമായും ഇടറോഡുകളിലേക്ക് ബസ് വേണം എന്നാണ് ആവശ്യപ്പെടുന്നത്. രാവിലെയും വൈകിട്ടുമെങ്കിലും കോർപ്പറേഷൻ മേഖലയിലെ ഇടറോഡുകളിൽ സർവീസ് നടത്തണം. ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കണം. ദൂരസ്ഥലങ്ങളിൽ വലിയ ബസ് വാങ്ങിവിടട്ടെ. ബസ് തിരികെ എടുക്കുവാനുള്ള പ്ലാൻ കോർപ്പറേഷന് ഇല്ല. ബസിന്റെ ബാറ്ററി പരമാവധി ഓടിക്കഴിഞ്ഞു. കരാർ ഒപ്പിട്ടാൽ പാലിക്കണം. തർക്കുത്തരം പറയുവാനോ ഗുസ്തി പിടിക്കുവാനോ ഇല്ല. 10-100 ബസ് ഇടാനുള്ള സ്ഥലം കോർപ്പറേഷന് ഉണ്ട്. ആ സാഹചര്യം വന്നാൽ അപ്പോൾ ആലോചിക്കാമെന്നും മേയർ പറഞ്ഞു. ഉസ്മാൻ ഹാദിയുടെ കൊലപാതകം എനിക്ക് പങ്കില്ല, ഞാൻ ദുബായിലാണ്. മുഖ്യപ്രതിയായ ഫൈസൽ കരീം മസൂദ്. ബംഗ്ലാദേശി വിദ്യാർത്ഥി നേതാവ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിൽ പങ്കില്ലെന്ന് മുഖ്യപ്രതിയെന്ന് കരുതുന്ന ഫൈസൽ കരീം മസൂദ്. ഹാദിയെ കൊലപ്പെടുത്തിയത് താനല്ലെന്നും ആക്രമണത്തിന് പിന്നിൽ ഒരു തീവ്ര രാഷ്ട്രീയ സംഘടനയാണെന്നും മസൂദ് പറയുന്നു. സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിലാണ് ഇക്കാര്യം പറയുന്നത്. താനിപ്പോൾ ദുബായിലാണെന്നും ഫൈസൽ കരീം മസൂദ് പറയുന്നു. ഹാദിയുടെ കൊലപാതകത്തിൽ എനിക്ക് ഒരു തരത്തിലും പങ്കില്ല. ഈ കേസ് പൂർണ്ണമായും തെറ്റാണ്. കെട്ടിച്ചമച്ച ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലുള്ളതാണ്, മസൂദ് വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. തെറ്റായ കേസ് കാരണം ഞാൻ രാജ്യം വിട്ട് ദുബായിലേക്ക് വരാൻ നിർബന്ധിതനായി. വളരെ പ്രയാസപ്പെട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്, ഫൈസൽ കരീം മസൂദ് പറയുന്നു. പൂർണ്ണമായും നിരപരാധിയായിരുന്നിട്ടും കഠിനമായി പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെന്ന് ഫൈസൽ കരീം മസൂദ് പറയുന്നു. ജനുവരി 14 മകരവിളക്ക്. ശബരിമലയിൽ മകരവിളക്ക് തീർത്ഥാടനത്തിന് ആരംഭം. ഇതുവരെ 1,20,256 ഭക്തർ സന്ദർശനം നടത്തി. മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ഡിസംബർ 30 ശബരിമല ശ്രീധർമ്മശാസ്താ ക്ഷേത്രം നട തുറന്നതിന് ശേഷം ഇതുവരെ 1,20,256 അയ്യപ്പ ഭക്തർ സന്നിധാനത്തെത്തി. ഡിസംബർ 30 വൈകിട്ട് 5 മണിക്കാണ് നട തുറന്നത്. 57,256 പേർ ദർശനം നടത്തി. വിർച്വൽ ക്യൂവിലൂടെ 20,477 പേരും സ്പോട്ട് ബുക്കിംഗിലൂടെ 4,401 പുൽമേട് വഴി 4,283 പേരുമാണ് ഇന്നലെ ശബരിമല ദർശനം നടത്തിയത്. സംസ്ഥാനത്ത് പോലീസ് തലപ്പത്ത് അഴിച്ചുപണി. 5 പേരെ IG റാങ്കിലേക്ക് ഉയർത്തി. സംസ്ഥാനത്ത് പോലീസ് തലപ്പത്ത് അഴിച്ചുപണി. ഹരിശങ്കറിനെ കൊച്ചി കമ്മീഷണറായും K കാർത്തിക്കിനെ തിരുവനന്തപുരം കമ്മീഷണറായും നിയമിച്ചു. G സ്പർജൻ കുമാറാണ് ദക്ഷിണ മേഖല IG. പുട്ട വിമലാദിത്യ ഉൾപ്പെടെ 5 പേരെ IG റാങ്കിലേക്ക് ഉയർത്തി. പുട്ട വിമലാദിത്യ, അജിത ബീഗം, R നിശാന്തിനി, S സതീഷ് ബിനോ, രാഹുൽ R നായർ എന്നിവരെയാണ് IG റാങ്കിലേക്ക് ഉയർത്തിയത്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ശാന്തകുമാരി അമ്മയ്ക്ക് നാടിന്റെ ആദരാഞ്ജലി. മൃതദേഹം സംസ്കരിച്ചു. നടൻ മോഹൻലാലിന്റെ മാതാവ് ശാന്തകുമാരി അമ്മയ്ക്ക് നാടിന്റെ ആദരാഞ്ജലി. മോഹൻലാൽ ചെറുപ്പകാലം ചിലവിട്ട തിരുവനന്തപുരം മുടവൻമുകൾ കേശവദേവ് റോഡിലെ വീട്ടിലാണ് ശാന്തകുമാരി അമ്മയ്ക്ക് അന്ത്യവിശ്രമം ഒരുക്കിയത്. മോഹൻലാലാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. മോഹൻലാലിന്റെ അച്ഛൻ വിശ്വനാഥൻ നായരുടെയും സഹോദരൻ പ്യാരേലാലിന്റെയും മൃതദേഹങ്ങൾ സംസ്കരിച്ച സ്ഥലത്തിന് സമീപത്തായിരുന്നു മാതാവ് ശാന്തകുമാരി അമ്മയുടെയും സംസ്കാരം. എറണാകുളം എളമക്കരയിലെ വീട്ടിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തിച്ച ഭൌതികദേഹത്തിൽ ആദരാഞ്ജലികൾ
അർപ്പിക്കുവാൻ മോഹൻലാലിന്റെ സുഹൃത്തുക്കളും നാട്ടുകാരും ഉൾപ്പെടെ നൂറുകണക്കിന് പേരെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉച്ചയോടെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.